കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ മക്കൾ അവരുടെ ജീവനോപാധികൾക്ക് മാധ്യമമായ എല്ലാ രേഖകളും അവരുടെ കൈകളിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവ്, സർട്ടിഫിക്കറ്റുകളുണ്ട്, പ്രമാണങ്ങളുണ്ട്, പാസ്പോർട്ടുണ്ട്, പല അപേക്ഷകളുണ്ട്. ഈശോയെ, ചില ഹോസ്പിറ്റലുകളിലും ചില സ്ഥാപനങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്ന അപേക്ഷകൾ, അതിന് തീരുമാനങ്ങളില്ല. വീടിന് നമ്പറിട്ട് കൊടുക്കാം, വീണ്ടും നമ്പർ കിട്ടാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ കൊടുത്തിരിക്കുന്നവരുണ്ട്, പഞ്ചായത്തിൽ കൊടുത്തിരിക്കുന്നവരുണ്ട്. പക്ഷേ ഇതുവരെ നമ്പറിട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ രേഖകളുണ്ട് ഞങ്ങളുടെ കയ്യിൽ. കാര്യം കർത്താവ് അടക്കത്തില്ലെന്ന് പറയുന്ന രീതിയിൽ റീസർവേക്ക് വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന രേഖകളുണ്ട്. നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് വിടാനുള്ള ജോബ് ആപ്ലിക്കേഷൻസ്, ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷാ ഫോറങ്ങളുണ്ട് ഈശോയെ. കല്യാണ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ കല്യാണക്കുറികൾ. ഇന്ന ദിവസങ്ങൾ കല്യാണം ഉള്ളത് കൊണ്ട് ആ കല്യാണം നടത്താനുള്ള കുറികൾ, ആൾക്കാർക്ക് കല്യാണക്കുറികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് മുമ്പുള്ള ആദ്യത്തെ കുറികൾ, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞുള്ള കുറികൾ എൻ്റെ മക്കൾ കയ്യിലെടുക്കുക. ഇപ്പോൾ പരിശുദ്ധ അമ്മ അതെല്ലാം ആസ്വദിക്കാൻ വേണ്ടി ഈശോയ്ക്ക് മധ്യസ്ഥം വഹിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ആശുപത്രി ചീട്ടുകൾ, മരുന്നിൻ്റെ കുറിപ്പടികൾ, നിങ്ങളുടെ ടിക്കറ്റുകൾ, റെയിൽവേ ടിക്കറ്റാകാം, പ്ലെയിനിൻ്റെ ടിക്കറ്റാകാം, ടിക്കറ്റുകൾ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, മക്കളുടെ കയ്യിൽ അവർ ഉയർത്തിയിരിക്കുന്ന രേഖകൾ അവരുടെ യാത്രയാണ്, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഞെരുക്കമാണ്. ഇതിൻ്റെ തടസ്സങ്ങൾ, ഇത് ആര് വരികയാണ്, ഇത് ഏത് ഓഫീസിലാണ് തടസ്സങ്ങൾ ഇരിക്കുന്നത്, ഏത് നിയമമാണ് എൻ്റെ തടസ്സമായി മാറിയിരിക്കുന്നത്. യേശുക്രിസ്തു നാമത്തിൽ ഞാനത് ബന്ധിക്കുന്നു. അമ്മയെ, പരിശുദ്ധമേ, ദേവമാതാവേ, മക്കളുടെ കയ്യിരിക്കുന്ന എല്ലാ രേഖകളും, ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ആൻസർ പേപ്പറുകൾ, പാസ്പോർട്ടുകൾ, വിസകൾ, അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ജപ്തി നടപടിയുടെ രേഖകൾ, പ്രമാണരേഖകൾ, പട്ടയത്തിൻ്റെ രേഖകൾ, ചിട്ടിയുടെ പേപ്പറുകൾ, കടങ്ങൾ, എന്തെല്ലാം രേഖകളാണോ അതെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആസ്വദിക്കണമേ. രോഗികളെ ആസ്വദിക്കുന്നു, ജീവിത പ്രതിസന്ധിയിലിരിക്കുന്നവരെ ആശീർവദിക്കുന്നു. തൊഴുത്തിലും അതുപോലെ ആനിമൽ ഫാമിലും കോഴി വളർത്തുന്ന സ്ഥലങ്ങളിലും പലതരത്തിലുള്ള രോഗങ്ങൾ മൂലം ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോവുകയും മൃഗങ്ങൾ മരിക്കുകയും പ്രസവിക്കാതെ പ്രസവം മുട്ടിയിരിക്കുകയും വരുമാനം ഇല്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന എല്ലാ മേഖലകളും കർത്താവേ, നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ കുന്നുകൂടി കിടക്കുന്നവരുണ്ട്. കുരുമുളകും ഏലവും ഉൾപ്പെടെ